ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു പ്ലേസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പാക്കിംഗ് ഉണ്ട്. സോ അപ്പോൾ ഇതെല്ലാം ഫിഷാണ്. ഓക്കെ, ജസ്റ്റ് അടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതെല്ലാം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള കൊറിയേഴ്സാണ്. ഉണ്ടോ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പാക്കിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. സോ ഞാൻ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അല്പം ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സോ ക്ലാസ്സിന് പോകാൻ സമയമായി, നല്ല മഴയുണ്ട്, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നോയ്സ് കൂടുതലായിരിക്കും. അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക, കാരണം എനിക്ക് ഈ ഒരു ടൈമിൽ വേറൊന്നും വീട്ടിനകത്തൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ ശബ്ദമൊക്കെ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലാണ് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഫിഷ്. ഓക്കെ, ഏകദേശം നമുക്കൊരു 20 പേരെ കൂടുതൽ നമുക്കൊരു ഓർഡറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ഇതിൻ്റെ പാക്കിംഗ് ടാപ്പ് എടുത്തിട്ട് വരാം, അതെടുക്കാൻ പറഞ്ഞു. പേടിക്കൊന്നും ഞാൻ എത്തിക്കഴിഞ്ഞു, ഇതെടുക്കാനാണ് പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അടിപ്പാൻ ജസ്റ്റ് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഒട്ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിഷ് അങ്ങോട്ട് ചെയ്യണം അനങ്ങില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഈ ഒരു ഒട്ടിപ്പ് കൊടുത്തത്. ഇതാണ് കിട്ടിയിട്ടുള്ള ഓർഡർ കേട്ടോ. കുറേ ഓർഡറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഓർഡറാണ് ഞാൻ ഇപ്പോൾ ആദ്യം പാക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ വയ്ക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഇതിനകത്തൊരു ന്യൂസ് പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ടാണ് ഞാൻ ഓരോന്നിട്ട് വയ്ക്കാൻ പോകുന്നത്. കാണാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ജർമ്മൻ റെഡ് 10 എണ്ണം ഉണ്ട്. 10 ജർമ്മൻ റെഡ് ഉണ്ട്. സോ 10 ജർമ്മൻ റെഡ് എടുക്കാം. ആ ഓരോ ജർമ്മൻ റെഡ് എടുക്കുമ്പോൾ ഇതിൽ ഈ നമ്പർ 1 2 3 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. 1 2 3 4 5 6 7. അപ്പോൾ ഇതിനെങ്ങനെ 7 എന്നുള്ള രീതിയിൽ അപ്പം ഓരോന്ന് നമ്പർ എടുക്കും. അപ്പോൾ ജർമ്മൻ റെഡ് അല്ല, 1 നമ്പർ ഇടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് എഴുതിക്കൊണ്ടിരിക്കാൻ ടൈമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ ജർമ്മൻ റെഡ്. കണ്ട ഫിഷിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മളതിലുള്ള ജർമ്മൻ റെഡ് കൊടുക്കുന്നത്. ഓക്കെ, 1 കണ്ട 1 എന്ന് എഴുതിയിട്ടുണ്ട്. പത്തനാണ് നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ 1 എന്ന നമ്പർ എടുത്തല്ല 10 ആയിട്ടുണ്ട്. ആ 10 ഇതാ 10 ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ 10 ഞാൻ അടുക്കി സെറ്റ് ചെയ്ത് വയ്ക്കട്ടെ ഫസ്റ്റ് ഞാൻ. ഓക്കെ, ആദ്യത്തെ 10 വെച്ചു. അതിനടുത്ത ശേഷമാണ് നമ്മൾ റെഡ് സ്നേക്ക് സ്കിൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത റെഡ് സ്നേക്ക് സ്കിൻ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള റെഡ് സ്നേക്ക് സ്കിൻ എന്ന് പറഞ്ഞ ഗപ്പി ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ തന്നെ ഇങ്ങനെ കാണിക്കുന്നത്.
ഇത് അവർ 2 പേർ ഓർഡർ ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് 2 പേർ കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലായിരുന്നു. സോ ഇതിനെ നമുക്ക് 2 കൊടുക്കാം. അതിൻ്റെ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് 2 ആണ്, സെക്കൻഡാണിത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഫിഷ് ഒന്ന് കണ്ടോളുക. അപ്പോൾ ഇതാണ് നമ്മൾ അതിന് പകരം അവർ നമ്മൾ പേരില്ല എന്ന് പറഞ്ഞപ്പോൾ റെഡ് മോസാക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ റെഡ് മോസാക്കിന് റെഡ് മോസാക്ക് എന്ന് തന്നെ ഞാൻ എഴുതുന്നു. കാരണം അത് അവരുടെ അടുത്ത് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വേറെ ഇഷ്ടമുള്ളവരെന്നോ വെച്ചോളാൻ പറഞ്ഞു. സോ അതിനെ ഞാൻ 2 ലേബൽ ചെയ്തിട്ട് അതിന് പകരം എടുത്തതായിട്ട് റെഡ് മോസാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഉള്ള ഓർഡറാണ് റെഡ് മോസാക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ആൽബിനോ ഫുൾ വൈറ്റ്. ആൽബിനോ ഫുൾ വൈറ്റ് അപ്പോൾ തന്നെ എടുക്കണം. ഇതാ ആൽബിനോ ഫുൾ വൈറ്റ് നല്ല കിടക്കച്ചി സാധനം തന്നെ ഇതിലുണ്ട്. കണ്ട അടിപൊളിയാണ്. കണ്ട യാ, എനിക്ക് എത്രയോ നല്ലതായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട പക്ഷെ മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് നമ്മളതിലുള്ള ആൽബിനോ ഫുൾ വൈറ്റ്. അത് ഏകദേശം ബ്രീഡിങ് ആയ സ്റ്റേജ് ആയി കേട്ടോ. അത് നമ്മളതിലുള്ള അടുത്ത് 3ാമത്തതാണ്. അപ്പോൾ അതിന് 3 എന്ന് കൊടുത്തു. ഓക്കെ, ആൽബിനോ ഫുൾ വൈറ്റിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു ആൽബിനോ ഫുൾ വൈറ്റും ഉണ്ട്, കാണാമല്ലോ അത്. ഓക്കെ, ഇതാണ് നമ്മളതിലുള്ള ആൽബിനോ ഫുൾ വൈറ്റ്. അപ്പോൾ അതിന് വീണ്ടും 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ലാബിൽ വീണ്ടും വച്ചു. ഇനി അടുത്ത് നമ്മളതിലുള്ളതാണ് ജാപ്പനീസ് ബ്ലൂ. ഇതിനകത്ത് എവിടെയും ജാപ്പനീസ് ബ്ലൂ ഇരിക്കുന്ന കണ്ടുപിടിക്കട്ടെ. എല്ലാം നേരത്തെ പാക്ക് ചെയ്ത് വച്ചുകൊണ്ട് എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ജാപ്പനീസ് ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളതിലുള്ള ജാപ്പനീസ് ബ്ലൂ. കണ്ട ഇത് നമ്മൾ കുറച്ചുകൂടെ ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടി ആയിരിക്കും. കണ്ടോ, നമ്മളിങ്ങനെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫിഷൊക്കെ തന്നെയാണ്, അതിലൊന്നും കുഴപ്പമില്ല. ഉണ്ടോ, ജാപ്പനീസ് ബ്ലൂ ആണിത്. അപ്പോൾ വണ്ടിയാണ് ഞാൻ പപ്പ എടുത്തത്. ജാപ്പനീസ് ബ്ലൂ ഞാൻ പപ്പ എടുത്തത്. ഓക്കെ, ജാപ്പനീസ് ബ്ലൂ 1 ആണ്. ഓക്കെ, അയ്യോ സോറി, ജാപ്പനീസ് ബ്ലൂ 3 ആണ്. നമ്മൾ ലാസ്റ്റ് എഴുതിയ നമ്പർ 3 ആണ്. അപ്പോൾ ഓക്കെ, ജാപ്പനീസ് ബ്ലൂ വന്നിട്ട് 4 ആണ്. അപ്പോൾ ജാപ്പനീസ് ബ്ലൂവിന് 4 എന്ന് ലേബൽ ചെയ്തു. ജാപ്പനീസ് ബ്ലൂ കഴിഞ്ഞു. ജാപ്പനീസ് ബ്ലൂ കഴിഞ്ഞിട്ട് അടുത്ത് ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, നമ്മളതിലുള്ള ഫുൾ ബ്ലാക്ക് ആണ്. ഇവിടെ ഇപ്പോൾ ഇതാ ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഫുൾ ബ്ലാക്കിൻ്റെ അടിപൊളി സാധനമാണ് ഫുൾ ബ്ലാക്ക് നമുക്ക് 5 എന്ന് എഴുതാം. ഓക്കെ, 5 ഫുൾ ബ്ലാക്കിൻ്റെ 5 ആണ്. ഫുൾ ബ്ലാക്ക് 3 ഉണ്ട്. ഓക്കെ, ഫുൾ ബ്ലാക്ക് 3 പാക്ക് ചെയ്ത് കഴിഞ്ഞു. പാക്കല്ല, അടുത്ത് വച്ചു. ഫ്രണ്ട്സ്, ചിലതിൽ എഴുതിയത് മിസ്സായിപ്പോയി. ഓ, അത് ഉണങ്ങാതെ വച്ചതാണ്. 2-3 മിസ്സായി, കുഴപ്പമില്ല. ഓക്കെ, 5 ആയി. ഇനി അടുത്തുള്ളതാണ് നമ്മളതിലുള്ളത് മോസ്കോ ബ്ലൂ. ഫ്രണ്ട്സ്, ചെറിയൊരു കാര്യത്തിൽ ഇപ്പോൾ അമളി പറ്റിപ്പോയി. മോസ്കോ ബ്ലൂ അതും ഇനിയിപ്പോൾ 5 എന്ന് തന്നെ വച്ചിരിക്കുക. അത് 2 കണ്ടാൽ മനസ്സിലാവും. 5 എന്ന് തന്നെ വെച്ചിട്ടുണ്ട്. മോസ്കോ ബ്ലൂവും കൂടെ ഇടയ്ക്ക് ഞാൻ കയറ്റി വെച്ച് പോയി കേട്ടോ, 5 എന്ന് എഴുതിയത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ 5 എന്ന് എഴുതിയത് 2 മോസ്കോ, അതിലേതോ ഒരെണ്ണം മോസ്കോ ബ്ലൂ ആയിരുന്നുണ്ട്. ഇത് മോസ്കോ ബ്ലൂ ആണ് കേട്ടോ. ക്ലാസ്സിന് പോയൊക്കെ സമയം, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ ഇതൊക്കെ ചെയ്തപ്പോൾ നമ്പർ വ്യത്യാസമാണ്, അല്ല ഫിഷ് വ്യത്യാസമല്ല. അതിനെ ഞാൻ 5 എന്ന് തന്നെ എഴുതാൻ പോവുകയാണ്. ഓക്കെ, അത് ഉണങ്ങട്ടെ. അപ്പോൾ നമുക്ക് അതായിട്ടുണ്ട് മോസ്കോ ബ്ലൂ. അതിന് ഡംബോ ബിഗ് ഗിയർ ഉണ്ട്. ബിഗ് ഗിയർ 3 ഉണ്ട്. അപ്പോൾ ഡംബോ ബിഗ് ഗിയർ ഒരെണ്ണം നല്ല രീതിയിൽ കാണിച്ചു തരാം. ഇതാണ് ഡംബോ ബിഗ് ഗിയറിൻ്റെ സാധനം. കണ്ട, വിത്ത് നല്ല ഇയർ ഉള്ളതാണ്. ഇതാ കണ്ടല്ലോ. ഇതിലെ ക്വാളിറ്റിയിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫ്രഷ് സാധനമാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ അതിനെ 6 എന്ന് ലേബൽ ചെയ്തു. ഓക്കെ, 6. ഓക്കെ, അപ്പോൾ വേറെ ഒരെണ്ണം കൊണ്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഇയർ ഉണ്ട്. എല്ലാത്തിനും നമ്മൾ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്. കണ്ടോ, മാക്സിമം സൈസ് ഉള്ളത് നോക്കിയേ ഞാൻ അയക്കാറുള്ളൂ. ഓക്കെ, 6. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം.
ഇനി വേറെ 2-3 കൊറിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാം വച്ചോട്ടെ, എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അടുത്ത് ജസ്റ്റ് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. എന്താ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് പാട് കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രാൻഡ് ഓർഡറാണ്. താങ്ക് യു ഫോർ ഓർഡറിങ് ദീസ് ഫിഷസ്. ഓക്കെ, അപ്പോൾ നമ്മളെ യൂട്യൂബ് വഴിയാണ് ഇത്രയൊക്കെ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടാണ്, തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കവർ ചെയ്യും. ഇനി കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫിഷ് അങ്ങോട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടി പാക്കാവും. സോ നല്ല കട്ടിക്കുള്ളൊരു പാക്കാവാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂസ് പേപ്പർ കുറച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ന്യൂസ് പേപ്പർ ഏകദേശം വെച്ചപ്പോൾ തന്നെ ഓക്കെ. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ പിന്നെ ഒരു ഓക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പാക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ഓർഡർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രാൻഡ് ഓർഡർ ഇതുപോലെ നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തോന്ന് മറ്റേതാ അത് പയ്യെ അടയ്ക്കാൻ പറ്റാടാ, ഞാൻ പാക്ക് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ പാക്കിങ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ഇതിനെ റോൾ ചെയ്തെടുക്കണം, എന്നിട്ട് അഡ്രസ്സൊക്കെ ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അടുത്ത്. ഇനിയുണ്ട്, ഇത് മാത്രമല്ല, ഇനിയുണ്ട് 2 കൊറിയർ. ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. പിന്നെ ബാക്കി പ്ലാൻസൊക്കെ ഞാൻ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് കുറച്ച് കളിച്ചുകൊണ്ടിരിക്കുക. പ്ലാൻസിനെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഈ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സൈഡ് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഈ സൈഡ് പാക്ക് ചെയ്താൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ആക്കിയിട്ടുണ്ട്. പാക്കിങ് എല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് ഫിഷ് ഇവിടെ നിന്ന് അടുത്ത് കൊണ്ട് കൊടുക്കണം കൊറിയർ ഓഫീസിൽ. അതാണ് അടുത്ത പരിപാടി. ഇനി ഒരു റോൾ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം കൊടുക്കാം കേട്ടോ. ഇത്രയും സൈസ് സാധനം ഇരിക്കട്ടെ എന്നാണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ഓർഡർ ഇത്രത്തോളം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആവശ്യം ഇത് ഓർഡർ ചെയ്തിട്ടുള്ള അവരുടെ പേര് ജസ്റ്റ് ഞാൻ വായിക്കാൻ നോക്കാം. രാജീവ് പി എന്നാണ് ആ ഓർഡർ ചെയ്തിട്ടൊരു ചേച്ചിയാണ് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. അവരുടെ പേര് വന്നിട്ട് ആതിരയാണെന്നാണ് ഞാൻ ജസ്റ്റ് ഗസ് ചെയ്യുന്നത്, കാരണം വാട്സപ്പ് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. ഓക്കെ, രാജീവ് പി തൃശ്ശൂർ എന്നാണ് ഈ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. എൻ്റെ ഫിഷ് ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് തൃശ്ശൂർ വരികയാണ്. എല്ലാ ഫിഷെല്ലാം തരുന്നത് അവർക്ക് ജീവനോടെ നല്ല രീതിയിൽ സേഫായിട്ട് വളരെ വേഗം തന്നെ എത്തത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ നമ്മൾ അതിൻ്റെ അഡ്രസ്സ് വെച്ച് ഇതാ പാക്ക് ചെയ്യുകയാണ്. ഇനി നമുക്കിതിൽ ലേബലും കൂടെ ഒട്ടിച്ചാൽ മതി. ഇനി ലൈഫ് ഫിഷ് എന്നതാ നമ്മൾ ഇത്ര പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇതിൽ ഈ എല്ലാം ഒട്ടിച്ച സൈഡിലൊക്കെ ലൈഫ് ഫിഷ് എഴുതും. ഓക്കെ, ലൈഫ് ഫിഷ്, ഇവിടെ ലൈഫ് ഫിഷ്. ഓക്കെ, എല്ലായിടത്തും ലൈഫ് ഫിഷ് ഒന്നും എഴുതണം. ഓക്കെ, ഇനിയും വേറെ കൊറിയേഴ്സ് ഉണ്ട്. സോ അതെല്ലാം പാക്ക് ചെയ്യുന്ന കാണിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ടൈമില്ല. സോ ഇവിടെ വെച്ച് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നായിരുന്നു. ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ കുറച്ച് പാടാണ്. ഇന്നെന്നാൽ എനിക്ക് ക്ലാസ്സിന് പോകാൻ ടൈമായി വരുന്നുണ്ട്. ഏകദേശം ഞാൻ വിചാരിക്കുന്ന ഒരു 9:30 ആ ടൈം ആയെന്ന് തോന്നുന്നു. 10 മണി ക്ലാസ്സിൽ എത്തണം. സോ അതിനുള്ളിൽ ഇതെല്ലാം ഇനി കഴിഞ്ഞ് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ടാണ് പോകാനുള്ളത്. സോ നിങ്ങൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ക്ഷമയോട് കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് എൻ്റെ വീഡിയോസ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.